നമസ്കാരം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് PV അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയാണെന്ന് വിമർശിച്ച മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി അൻവർ. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനവും മനസ്സിൽ കള്ളവുമുണ്ട്. അത് മറച്ചുപിടിക്കാനുള്ള തന്ത്രപ്പാടാണെന്ന് PV അൻവർ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അൻവറിന്റെ പ്രതികരണം. നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടെയായിരുന്നു അൻവറിന്റെയും പ്രതികരണം. ആവശ്യത്തിനനുസരിച്ച് വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കഴിവാണ് യഥാർത്ഥ വഞ്ചനയെന്ന് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. നിലമ്പൂരിൽ നടക്കുന്നത് നീതിക്കായുള്ള പോരാട്ടമാണെന്ന് അൻവർ വ്യക്തമാക്കി. അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിയുടെ മടിയിൽ കനവും മനസ്സിൽ കള്ളവുമുണ്ട്. അത് മറച്ചുപിടിക്കാനുള്ള തന്ത്രപ്പാടാണ് ഇതെല്ലാം. ആവശ്യത്തിനനുസരിച്ച് വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് യഥാർത്ഥ വഞ്ചന. നിലമ്പൂരിൽ നടക്കുന്നത് നീതിക്കായുള്ള പോരാട്ടമാണ്. PV അൻവർ. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചത് കൊണ്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായിരുന്നു. ഇതിനോടാണ് അൻവർ പ്രതികരിച്ചത്. നിലമ്പൂരിലെ LDF കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രി അൻവറിനെതിരെ വിമർശനം ഉന്നയിച്ചത്. PV അൻവറിനെ കടന്നാക്രമിച്ചും വികസന നേട്ടങ്ങൾ നിരത്തിയുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ LDF കൺവെൻഷനിലെ പ്രസംഗം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. മെയ് മാസത്തിൽ അധികാരത്തിലേറിയ സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയിൽ വിജയകരമായി പൂർത്തീകരിച്ച ഘട്ടമാണിത്. 2026 സാധാരണഗതിയിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനിടയിൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിന് ഇടയാക്കിയ കാരണം എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നതും. അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല LDF. നല്ല വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും. അതിന് ഇടയാക്കുന്നത് ജനങ്ങൾ LDFന് നൽകുന്ന പിന്തുണയാണ്. ഓരോ ഘട്ടത്തിൽ ആ പിന്തുണ ശരിയായ രീതിയിൽ ജനം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ LDFനെ പിന്താങ്ങാൻ ജനങ്ങൾ തയ്യാറാകുന്നത്? അവരുടെ അനുഭവം LDF കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു എന്നാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്. വലിയ താൽപര്യത്തോടെയാണ് നിലമ്പൂരിലെ ജനത സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത്. ശനിയാഴ്ച LDF സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ കണ്ട ദൃശ്യം വ്യത്യസ്തമാണ്. LDF പ്രവർത്തകരല്ലാത്തവരും പരിപാടിയുടെ ഭാഗമായെത്തി. ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചു എന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതേവരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആരുടെ മുന്നിലും തല ഉയർത്തി വോട്ട് ചോദിക്കാൻ സ്വരാജിന് പറ്റും. അതിന്റെ ഭാഗമാണ് ഇന്ന് കാണുന്ന ഈ ജനപങ്കാളിത്തം. ഇതെല്ലാം നല്ല തുടക്കമായാണ് പൊതുവെ വിലയിരുത്തുന്നത്. LDFന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഉയർന്നു വന്നിട്ടുള്ള വികാരം. മുഖ്യമന്ത്രി പറഞ്ഞു.